പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ യുഎസിനെതിരെ തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാൻ രംഗത്ത്. വ്യാജ വാർത്തകളെക്കാൾ അപകടകരമാണ് വ്യാജ ഇന്റലിജൻസ് സംവിധാനം. ട്രംപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്ത് വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ആരുടെ കൈകളിൽ എന്ന ചോദ്യം നിലനിൽക്കെ തന്നെ ട്രംപിന്റെ ആ ടോട്ടൽ കൺട്രോൾ, പൂർണ്ണമായ നിയന്ത്രണം, ആ ഒരു അവകാശവാദത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കടുത്ത ഭാഷയിലാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. വ്യാജ വാർത്തകളെക്കാൾ മോശം വ്യാജ ഇന്റലിജൻസ് ആണ് എന്ന ഒറ്റ വാചകത്തിലൂടെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് ടെഹ്റാൻ നൽകിയിരിക്കുന്ന ഏറ്റവും രാഷ്ട്രീയപരമായ ഒരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു വാക്ക്. അമേരിക്കയ്ക്ക് ഹോർമൂസ് കടലിടുക്കിൽ പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്നും ഇറാൻ ഒന്നും ചെയ്യാനാകില്ല എന്നതുമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ അമേരിക്കൻ നാവിക ഉപരോധത്തെ സീൽ മതിൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് ആകട്ടെ ഹോർമൂസിന്റെ നിയന്ത്രണം അമേരിക്ക കൈവിടില്ല എന്നും അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് പിന്നാലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. അമേരിക്ക മുൻപും തെറ്റായ ഇന്റലിജൻസ് വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ വലിയ തെറ്റായ കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുണ്ട് എന്നും ഹോർമൂസിന്റെ കാര്യത്തിൽ അതിലും വലിയ തെറ്റ് ആവർത്തിക്കരുത് എന്നതുമാണ് അരാഗ്ചിയുടെ മുന്നറിയിപ്പ്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇത് വെറും ഒരു വാക്കേറ്റം മാത്രമല്ല. ട്രംപ് അമേരിക്കയുടെ ടോട്ടൽ കൺട്രോൾ പ്രഖ്യാപിക്കുമ്പോൾ ഇറാന്റെ ബാസിദ് സേന തലവനാകട്ടെ അദ്ദേഹം, അതായത് ഹുസൈൻ തായബ് എന്ന വ്യക്തിയാകട്ടെ ഹോർമൂസ് ഇപ്പോഴും ഇറാന്റെ നിയന്ത്രണത്തിലും മാനേജ്മെന്റിലുമാണ് എന്നത് അവകാശവാദമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്രപാതകളിൽ ഒന്നിൽ നിന്ന് അതിന്റെ നിയന്ത്രണം സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ അമേരിക്കയും ഇറാനും പരസ്പരം നേർക്കുനേർ ഇവിടെ നിൽക്കുകയാണ്. ആരാണ് ശരിക്കും നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇരു രാജ്യങ്ങളും നൽകുന്നത് തികച്ചും വ്യത്യസ്തമായ മറുപടിയാണ്. ഹോർമൂസ് വിഷയം കേവലം അമേരിക്ക ഇറാൻ ശക്തി പ്രകടനത്തിന്റെ മാത്രമായി തന്നെ അതിനെ കണക്കാക്കാൻ സാധിക്കില്ല. ആഗോള ഊർജ വിതരണത്തിൽ നിന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിൽ നിന്നും അതീവ പ്രാധാന്യമുള്ള ഈ കടലിടുക്കിലെ പ്രതിസന്ധി നീണ്ടാൽ അതിന്റെ ആഘാതം എണ്ണ വിപണിയിലേക്കും ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്കും വ്യാപിക്കും. ഇതിനിടെയാണ് സമാധാന ധാരണ പുനരുജ്ജീവിപ്പിക്കാനുള്ള അമേരിക്ക ഇറാൻ ചർച്ചകളിലും കാര്യമായ പുരോഗതിയില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹോർമൂസ് തുറക്കൽ, അമേരിക്കൻ ഉപരോധങ്ങൾ, ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അരാഗ്ചിയുടെ വ്യാജ ഇന്റലിജൻസ് പ്രയോഗം ഇറാനെതിരായ ഒരു രാഷ്ട്രീയ പരിഹാസം മാത്രമല്ല, അമേരിക്കയ്ക്ക് ഹോർമൂസിന്റെ യഥാർത്ഥ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നില്ല എന്നതിന്റെ ആ ഒരു തുറന്ന വെല്ലുവിളി കൂടിയാണ്, ഇറാന്റെ തുറന്ന വെല്ലുവിളി കൂടിയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ട്രംപ് പറയുന്നത് അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണം വേണമെന്നും അത് മാത്രമല്ല ഹോർമൂസ് ഇപ്പോഴും തങ്ങളുടെ കൈകളിലാണ് എന്നതാണ്. എന്നാൽ ഈ വാക്കുകളുടെ യഥാർത്ഥ യുദ്ധം അവിടെ സമുദ്ര സംഘർഷത്തിലേക്ക് മാറുമോ എന്ന ഒരു വലിയ ചോദ്യം പോലും ഇവിടെ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.